ഇടുക്കി ലോ റേഞ്ച് മേഖലയിൽ രാത്രി ആരംഭിച്ച മഴ ഇപ്പോഴും തുടരുകയാണ്. മലങ്കര ഡാം മുന്നറിയിപ്പില്ലാതെ തുറന്നു. തൊടുപുഴ, മൂവാറ്റുപുഴ ആറുകളിൽ ജലനിരപ്പ് ഉയരും. പി എ സാഗർ അല്പസമയത്തിനകം വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരും. ഇടുക്കി മേഖലകളിലും ഇടുക്കി ജില്ലയിലും ഒന്നാകെ ശക്തമായ മഴ രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ മലങ്കര ഡാം മുന്നറിയിപ്പില്ലാതെ തുറന്നിരിക്കുന്ന സാഹചര്യം. മലങ്കര ഡാം തുറന്ന സാഹചര്യത്തിൽ തന്നെ തൊടുപുഴ, മൂവാറ്റുപുഴ ആറുകളിൽ ജലനിരപ്പ് ഉയരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ തീരപ്രദേശങ്ങളിൽ ഉള്ളവർ ജാഗ്രത പാലിക്കേണ്ട സമയമാണ്. പി എ സാഗർ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. സാഗർ, ഈ മലങ്കര ഡാം മുന്നറിയിപ്പില്ലാതെ തുറന്നു. തൊടുപുഴ, മൂവാറ്റുപുഴ ആറുകളിലൊക്കെ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യം. തീരപ്രദേശത്തുള്ളവർക്ക് ഏത് തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശമാണ് നൽകുന്നത്? ഇന്നലെ രാത്രി മുതൽ ആരംഭിച്ച ശക്തമായ മഴ ഇടുക്കി ജില്ലയിൽ ഇപ്പോഴും തുടരുകയാണ്. ജില്ലയുടെ ലോ റേഞ്ച് മേഖലയിലടക്കം, തൊടുപുഴ ഉൾപ്പെടെയുള്ള മേഖലയിലടക്കം ശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ജില്ലയുടെ ഹൈറേഞ്ച് മേഖലകളും അടിമാലി, മൂന്നാർ, കട്ടപ്പന മേഖലയിൽ ഉൾപ്പെടെ ശക്തമായ മഴയാണ് പെയ്തിരുന്നത്. എന്നാൽ ഇപ്പോൾ അല്പം മാറി നിൽക്കുന്നുണ്ട്. ഇതിനിടയിലാണ് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ തൊടുപുഴ മലങ്കര ഡാം മുന്നറിയിപ്പിൽ തുറന്നുവിട്ടത്. ഡാമിലെ ഷട്ടറുകളിൽ 5 എണ്ണമാണ് തുറന്നത്. ജലനിരപ്പ് ഉയർന്നതിനാലാണ് ഷട്ടറുകൾ തുറന്നതെന്നാണ് അധികൃതർ നൽകുന്ന വിശദീകരണം. തൊടുപുഴ, മൂവാറ്റുപുഴ ആറുകളിൽ അതുകൊണ്ട് തന്നെ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. ഈ മലങ്കര ഡാം പ്രത്യേകിച്ച് ജനവാസ മേഖലയിലൂടെയാണ് ഈ മലങ്കര ഡാം കടന്നു പോകുന്നത്. തൊടുപുഴ, മൂവാറ്റുപുഴ ആറിന്റെ ഇരുകരകളിലും ഒട്ടേറെ കുടുംബങ്ങളാണ് അധിവസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മലങ്കര അണക്കെട്ട് തുറക്കുമ്പോൾ കൃത്യമായ മുന്നറിയിപ്പ് നൽകണമെന്ന നിർബന്ധമുണ്ട്. ആ ഒരു നിബന്ധന ലംഘിച്ചാണ് ഇപ്പോൾ ഇന്നലെ രാത്രിയാണോ ഇന്ന് രാവിലെ ആണോ എന്ന് കൃത്യമായി പറയാൻ പറ്റില്ല ഡാം തുറന്നത്. എന്തായാലും തൊടുപുഴ, മൂവാറ്റുപുഴ ആറുകളിൽ ഉൾപ്പെടെ ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ട്. അതുപോലെ തന്നെ മഴ പെയ്തു തുടങ്ങിയപ്പോൾ തന്നെ ജില്ലയിൽ മഴക്കെടുതികളും തുടങ്ങി. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത ശക്തമായ മഴയിലും കാറ്റിലും ജില്ലയിൽ ഒട്ടേറെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പലയിടത്തും വൈദ്യുതി ബന്ധം താറുമാറായി, മരങ്ങൾ വീണും മണ്ണിടിഞ്ഞും ഗതാഗത തടസ്സമുണ്ടായി. ഈ അപകടങ്ങളെല്ലാം ഒഴിവാക്കുവാൻ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇന്ന് ജില്ലയിൽ ഓറഞ്ച് അലർട്ടാണ് നിലനിൽക്കുന്നത്. എന്നാൽ ശക്തമായ മഴ രാവിലെ തന്നെ പെയ്യുന്നുണ്ട്. നാളെ റെഡ് അലർട്ടാണ് ജില്ലയിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ കാലവർഷം ആരംഭിച്ച പശ്ചാത്തലത്തിൽ ദുരന്ത നിവാരണ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി കട്ടപ്പന നഗരസഭയിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമും പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ജില്ലയുടെ മലയോര മേഖലയിലേക്ക് ഉൾപ്പെടെയുള്ള യാത്രകൾ ശ്രദ്ധയോടെ വേണം യാത്ര ചെയ്യുവാനെന്ന് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കാരണം കനത്ത മഴ പെയ്യുന്ന പശ്ചാത്തലത്തിൽ മണ്ണിടിച്ചിൽ ഉൾപ്പെടെയുള്ളവ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കനത്ത ജാഗ്രതയോടെ വേണം യാത്ര ചെയ്യുവാനെന്ന് ജില്ലാ ഭരണകൂടം നിർദ്ദേശിച്ചിട്ടുണ്ട്. ശരി, പി എ സാഗറാണ് വിവരങ്ങൾ നൽകിയത്. മലങ്കര ഡാം ഇപ്പോൾ തുറന്നിരിക്കുകയാണ്. മൂവാറ്റുപുഴ, തൊടുപുഴ ആറുകളുടെ തീരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്.